ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗണ്ട് ഓഡിയോസ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ആമ്പും ബോക്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതൊരു ബഡ്ജറ്റ് കുറഞ്ഞ സിസ്റ്റം അല്ല, അത്യാവശ്യം ബഡ്ജറ്റ് വരുന്ന സിസ്റ്റമാണ്. ഇത് പിയർലെസ് ആണ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ തന്നേക്കണത് ജിജിച്ചാനാണ്, എറണാകുളത്ത് നിന്ന്. അപ്പോൾ ഇത് കുറച്ചായി ഓർഡർ വന്നിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം ഒരു ഓർഡർ തന്നെ നമ്മുടെ കോലഞ്ചേരി എന്നുള്ള ജോമേഷ് ബ്രോയ്ക്ക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സെയിം ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു പാനൽ ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫുള്ള് മാറ്റിൽ ചെയ്തിട്ട് 2 ഗ്ലോസി ലൈൻസ് മാത്രം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാനൽ മോഡൽ നിങ്ങൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ടാവും. പിന്നെ അടുത്ത് നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സാധാരണ വെക്കാനുള്ള USB മൊഡ്യൂള്, സെലക്ടർ സ്വിച്ച്, മാസ്റ്റർ കൺട്രോൾ, ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനലിൻ്റെ വോളിയം, ബാസ്, മിഡ്, ട്രിബിൾ, സബ് വോളിയം, പവർ സ്വിച്ച്. ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലിൻ്റെ. ഇത് റാക്ക് 600 എന്നാണ് നമ്മൾ ഇതിൻ്റെ മോഡലിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 160 + 160 വാട്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് ഔട്ട്പുട്ടും അതുപോലെ 300 വാട്ട്സ് സബ് വൂഫറിന് ഔട്ട്പുട്ടും കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണുന്നുണ്ടായിരിക്കും 2 ഫ്ലോർ സ്റ്റാൻഡിങ് ബോക്സസ് വരുന്നത് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ മെഷ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഡ്രൈവേഴ്സ്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ടൈറ്റാനിയം വേവ് ഗൈഡിൽ വരുന്ന പിയർലെസിൻ്റെ ട്യൂട്ടേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിഡ് റേഞ്ച് വരുന്നത് കെവുലാറിൽ വരുന്ന ഡൂഗി സൗണ്ട്സിൻ്റെ മിഡ് റേഞ്ച് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൂഫറിൽ നോക്കിയാൽ പിയർലെസിൻ്റെ 6.5 ഇഞ്ചിലെ SD സീരീസിൽ വരുന്ന 2 വൂഫേഴ്സ് ആണ്. ക്രോസ് ഓവർ ഇച്ചിരി ഹെവി കൂടിയ ഒരു ടൈപ്പ് ക്രോസ് ഓവറാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ക്രോസ് ഓവറിന് ഏകദേശം 3000ഓളം റേറ്റ് വരുന്ന ക്രോസ് ഓവറാണ് സിംഗിൾ പീസിന്. അപ്പോൾ അതാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു പ്രീമിയം സെഗ്മെൻ്റ് ആണ് ഇതിൻ്റെ. ഈ ബോക്സസിൽ നമ്മുടെ ഡെമോ ബോക്സ് സെയിം ആണ്, വലിയ മാറ്റമൊന്നുമില്ല, സെയിം ബോക്സസ് തന്നെയാണ്. ഈ കർവിങ് മാത്രമേ ഞാൻ ഇച്ചിരി കൂട്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളൂ, അല്ലാതെ അതിൻ്റെ സെയിം അളവും കാര്യങ്ങളാണ്. അപ്പോൾ ആ ബോക്സസിൽ കേട്ടിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ പെർഫോമൻസ്. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് കേട്ടിട്ടുള്ളവർ എങ്ങനെയുണ്ട് അതിൻ്റെ ബേസ് റെസ്പോൺസ്, അതിൻ്റെ ക്വാളിറ്റി. മിഡ് റേഞ്ച് ഇച്ചിരി കൂടെ GFC സീരീസ് മിഡ് റേഞ്ച് വെക്കുകയാണ് ഇച്ചിരി കൂടെ മിഡ് റെസ്പോൺസ് കൂടുതൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ അപേക്ഷിച്ച് ബാക്കി എല്ലാ കാര്യം കൊണ്ടും HF ആണെങ്കിലും ശരി, അതുപോലെ ബേസ് റെസ്പോൺസ് ആണെങ്കിലും ശരി, ഈ ബോക്സ് നല്ലൊരു ബോക്സാണ്. സബ്വൂഫറിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന ബോക്സാണ്. അടുത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിന് ജിജൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സബ് വൂഫറാണ്. ഒരു 10 ഇഞ്ച് ഡ്യുവൽ വോയിസ് കോയിലിൻ്റെ സബ് വൂഫറാണ്. അതിൻ്റെ പേര് വരുന്നത് എന്തോ ഞാൻ ജസ്റ്റ് പറയാം. ഇതാണ് ആ സബ് വൂഫർ വരുന്നത്. ഇത് ഒരു സീൽഡ് ബോക്സിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓഡിറ്റർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സബ് വൂഫറാണ് ഇത്. നല്ല പെർഫോമൻസ് ഉണ്ട് ഈ സബ് വൂഫർ. ഇതാണ് നമ്മൾ ഇതിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഓഡിറ്ററിൻ്റെ സബ് നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഓഡിറ്ററിൻ്റെ സബ് കൈകാര്യം ചെയ്യുന്നത്. നല്ല രസമാണ് കേൾക്കാനായിട്ട്. 10 ഇഞ്ചാണെങ്കിൽ ആ സീൽഡ് ബോക്സിൽ വരുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. നമുക്ക് ഒരുപാട് ബോർഡിങ് ഇല്ലാത്തൊരു ബേസ് കിട്ടുന്നുണ്ട്. നല്ല രസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലത്തെ നല്ലൊരു ഫീൽ ആ സബ് ബൂഫറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആംപ്ലിഫയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ നമുക്ക് അകത്തെ വ്യൂകളും കാര്യങ്ങളും കാണാം. നമ്മൾ സാധാരണ കാണിക്കാറുള്ള ആംപ്ലിഫയർ തന്നെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കാലിബ്രേഷൻ ഈ ബോക്സസിലേക്ക് വരുമ്പോൾ ഈ HF മിഡ് സ്റ്റേജിൽ ടോൺ കൺട്രോളിൽ വരുത്തുന്ന ഒരു അലൈൻമെൻറ്റ് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആംപ്ലിഫയറിൽ കാര്യമായ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നെ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ജെനുവിൻ NJW സീരീസ് ട്രാൻസിസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1-2 മിസ്റ്റേക്ക് കൊണ്ട് തന്നെ 2 ട്രാൻസിസ്റ്റേഴ്സ് ഫെയിലിയർ ആയിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ശ്രദ്ധിക്കണം. ഹൈ വോൾട്ടേജിൽ വർക്ക് ചെയ്യണ ബോർഡുകൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ മെയിൻലി പറയണ കാര്യം ഇത് എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ ആംപ്ലിഫയറുകളുടെ അകം ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ചെയ്ത് പഠിക്കുന്ന പിള്ളേർക്കും ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ പലരും ഇപ്പോൾ ഒരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണ് ഓരോ ടെക്നീഷ്യന്മാരും സംസാരിച്ചെന്ന് വരുന്നത്. പക്ഷെ അവരും പല സ്ഥലത്തു നിന്ന് ഗൈഡൻസ് എടുത്തിട്ടാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് എന്നിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അതൊരു പുച്ഛമായിട്ട് തോന്നാം. ചിലപ്പോൾ ഇതൊക്കെ പുള്ളി എന്താ പറഞ്ഞു തരുന്നത്. പക്ഷേ നമ്മളോട് സംസാരിക്കുന്ന ആളുകൾക്കറിയാം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. കാരണം എല്ലാവർക്കും റിപ്ലൈ തന്നെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പണി ചെയ്യാൻ പറ്റില്ല.
ഇത് തന്നെ ഇപ്പോൾ എത്ര ദിവസം കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ സിസ്റ്റമാണ്. കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ആഴ്ച ഞാനത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് 1-2 സിസ്റ്റങ്ങൾ വേറെ കൊടുക്കേണ്ടതായിട്ടുണ്ടായി, അത് കൊടുത്തു. അപ്പോൾ പ്രീവിയസ് കഴിഞ്ഞ ദിവസം സൺഡേ കൂടി ഒരു സിസ്റ്റം കൊണ്ടുപോയുള്ളൂ. ഇത് ട്യൂസ്ഡേ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തെ വ്യൂ കാര്യങ്ങൾ കാണാം. ഫ്രണ്ട്സ്, ഇത് ആണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് NJW സീരീസിൽ ഒറിജിനൽ വരുന്ന 8 ട്രാൻസിസ്റ്റർ ഡ്രൈവ് വരുന്ന ബോർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടോൺ കൺട്രോൾ വന്നിരിക്കുന്നത് നമ്മൾ തന്നെ ടോൺ കൺട്രോൾ ആണ്. അപ്പെക്സ് സീരീസിൽ നമ്മുടെ ടോൺ കൺട്രോളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ സപ്ലൈ സ്റ്റേജിലേക്ക് നോക്കി കഴിഞ്ഞാൽ 15000 MFDയും 10000 MFDയും വെച്ചിട്ട് 3510 മെറ്റൽ ഡയോഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. 3.5 ഇഞ്ചിൽ ട്രാൻസ്ഫോമർ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് നോക്കിയാൽ നമ്മുടെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബനാന സോക്കറ്റ്സ് ആണ് എല്ലാത്തിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. എക്സോസ് ഫാനിന് വേണ്ടിയിട്ട് ഒരു എക്സോസ് ഫാനും കൂളിങ്ങിന് വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഫാനും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മഹാരാജയുടെ 6 ട്രാൻസിസ്റ്റർ മോണോബോർഡാണ് സബിന് വേണ്ടി നമ്മൾ അതുപോലെ എടുക്കുന്ന മഹാരാജയുടെ 6 ട്രാൻസിസ്റ്റർ മോണോബോർഡ് തന്നെയാണ് ഇതിനും എടുത്തിരിക്കുന്നത്. സബ് ഫിൽറ്ററിലൊക്കെ DTECൻ്റെ സബ് ഫിൽറ്ററാണ്. പിന്നെ സെലക്ടർ സ്വിച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് സിമ്പിൾ ഒരു ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ കാലിബ്രേഷൻ ചെയ്യുന്നതിലാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ. ബോക്സസ് കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതിൽ ടെസ്റ്റ് ട്രയൽ ഇടാം. മഴയാണ്, എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൽ നിന്ന് കേട്ടിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. ലൈവ് കേട്ടാലേ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് വ്യത്യാസങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് ട്രയൽ NCS പ്ലേ ചെയ്യാം. 1 മിനിറ്റ്. ഇത്രയും ഞാൻ പ്ലേ ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട്സ്, എല്ലാവരും പ്രൈസിൻ്റെ കാര്യം ചോദിക്കേണ്ട. ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ്, പ്രൈസ് നമുക്ക് പറയാൻ പറ്റില്ല. പ്രൈസ് ആവശ്യമുള്ളവർ ഇൻബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രൈസ് പറയാം. പ്രൈസ് അങ്ങനെ ഓപ്പണിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എന്നെപ്പോലെ തന്നെ ജോലി ചെയ്തിരിക്കുന്ന പല ടെക്നീഷ്യന്മാർ ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ മേടിക്കണമുണ്ടാവും, കുറവ് മേടിക്കണമുണ്ടാവും. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ ചോദിക്കുക. എന്നോട് പൈസ ചോദിച്ചാൽ ഞാൻ പറയാതിരിക്കത്തൊന്നുമില്ല. ഞാൻ ചെയ്തു കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ പൈസ എല്ലാവരോടും പറയുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ തൊഴിലാണ്, നമുക്ക് ജീവിക്കാൻ വേണ്ടി ചെയ്യണം. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ജീവിക്കണം, അപ്പോൾ അതുപോലെ എനിക്കും ജീവിക്കണം. ഇതിപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്യണമെങ്കിൽ എനിക്കൊരു 4 ദിവസത്തെ 3 ദിവസത്തെ ചുരുങ്ങിയ കഷ്ടപ്പാടുണ്ട്. ചുരുങ്ങിയ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഈ ബോർഡുകൾ ഞാൻ അസംബിൾ ചെയ്തെടുക്കണം. ഇതിൽ മഹാരാജയുടെ ബോർഡാണ് നമ്മൾ മേടിക്കുന്നത്. ബാക്കിയെല്ലാം പ്ലെയിൻ VCB നമ്മൾ അസംബിൾ ചെയ്തെടുക്കണം. സബ് ഫിൽറ്റർ നമ്മൾ DTECനോട് മേടിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമ്മൾ വൈൻഡ് ചെയ്തെടുക്കണം. ഈ ബോക്സ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ബോക്സാണ്. അല്ലാതെ പുറത്ത് ആരെ കൊണ്ട് നിർത്തി കാർപ്പൻറ്ററെ വെച്ച് നിർത്തി ഒന്നും ചെയ്യുന്നതല്ല. വുഡിൻ്റെ വർക്കും എല്ലാം തന്നെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്യണതാണെങ്കിൽ വിനൈസിൽ യൂസ് ചെയ്ത് നമ്മൾ പ്ലോട്ട് ചെയ്യണതാണെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റേതായ ലേബർ കാര്യങ്ങൾ ഞാൻ പറയും. അപ്പോൾ ഒരുപാട് കത്തിയല്ല, എന്നെക്കാളും ഒരുപാട് കൂടുതൽ മേടിക്കുന്ന വ്യക്തികളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട്. അല്ലാതെ ഇതിനേക്കാൾ കുറച്ച് മേടിക്കുന്ന ആളുകളുണ്ട്. അവരെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ബോർഡുകൾ കാര്യങ്ങൾ മേടിച്ച് ചെയ്യുന്നവരാണ്. അവരെ കഷ്ടപ്പാടും എൻ്റെ കഷ്ടപ്പാടും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യരുത്. അവരെക്കാളും കഷ്ടപ്പാട് ഞാൻ സഹിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ സിസ്റ്റങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നത്. എനിക്ക് ഒരു നിർബന്ധം എന്താ വെച്ചാൽ ഡ്യൂറബിലിറ്റി നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഒരു 10 രൂപ കൂടിയാലും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ വെച്ച് തരാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളാണ്, അതിനെന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങൾ വരാം. അതുകൊണ്ടാണ് ഞാൻ 1 വർഷം ഉത്തരവാദിത്തം ഞാൻ തരുന്നത്. റിമോട്ട് കിറ്റ് ആംപ്ലിഫയേഴ്സിൻ്റെ റിമോട്ട് കിറ്റുകൾക്ക് മാത്രമേ ഞാൻ ഉത്തരവാദിത്തം കൊടുക്കാതിരിക്കാറുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങൾക്കും ഞാൻ ഉത്തരവാദിത്തം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ പേഴ്സണലി പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ. ഒരിക്കൽ കൂടി ഒരു കാര്യം പറയട്ടെ, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണിക്കുന്നത്. അല്ലാതെ
ഇത് ചുമ്മാ കാണിക്കുന്നതല്ല, പ്രയോജനം പെട്ടോട്ടെ എന്ന് ഓർത്ത്, ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അത് പ്രയോജനപ്പെടാത്ത ആളുകൾ അത് മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ കണ്ടങ്ങ് പോയച്ചാൽ മതി. കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ട സ്കിപ്പ് ചെയ്ത് വിടുക. കാരണം ഇത് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ട്, അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഞങ്ങൾക്ക് പറ്റിയ ഹിൻഡുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പല പല സെറ്റുകളുടെ വീഡിയോസ് വരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഓരോരോ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ അത് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം, ഉറപ്പായിട്ടും പറഞ്ഞു. അല്ല, പേഴ്സണലി എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ, അവർക്ക് അറിയാം, പേഴ്സണലി ചാറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്, അവരുടെ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. എനിക്കറിയാവുന്നതാണ് ഞാൻ ക്ലിയർ ചെയ്യാറുണ്ട്. അറിയില്ലാത്ത കാര്യങ്ങളിൽ ഡിലേ ആയിട്ടുണ്ട് അവരോട് ഞാൻ ക്ഷമ വരെ ചോദിക്കാറുണ്ട്. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും, അറിയില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ എക്സ്ക്യൂസ് പറയാറുള്ളൂ. കാരണം എനിക്കറിയത്തില്ലാത്ത കാര്യം പറഞ്ഞ ഒരാളെ വഴി തെറ്റിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോസ് അയച്ചതിന് എല്ലാവർക്കും നന്ദി. ടാറ്റാ ബൈ ബൈ.